വയനാട്ടിൽ ഭിന്നശേഷി കുടുംബത്തിന് പൊതുകിണറിൽ നിന്നും കുടിവെള്ളം നിഷേധിച്ചതായി പരാതി. നൂൽപ്പുഴ പഞ്ചായത്തിലെ ചിത്രാലക്കരയിൽ പഞ്ചായത്ത് കിണറിലേക്കുള്ള വഴി സ്ഥലമുടമ കെട്ടിയടച്ചു. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷയ്ക്കെതിരെയാണ് പരാതി. 40 വർഷത്തോളം ഉപയോഗിച്ച കുടിവെള്ളം നിഷേധിക്കപ്പെട്ടതോടെ ദുരിതത്തിലായി ഭിന്നശേഷി കുടുംബം. നമുക്കിവരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. എന്തുകൊണ്ടാണ് ബാദുഷ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ഒരു പരിസ്ഥിതി പ്രവർത്തകർ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? നമുക്ക് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ആദ്യം പ്രതികരണം ഒന്ന് കേൾക്കാം. നമുക്ക് വെള്ളമാണ് ആവശ്യം, മോട്ടർ ഇടണം. അപ്പോൾ ഈ പ്രകൃതി സംരക്ഷണം ബാദുഷ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥലത്താണ് കിണറുള്ളത്. അപ്പോൾ അത് 1987-86 കാലഘട്ടത്തിൽ വന്നതായിരുന്നു. അന്ന് പഞ്ചായത്തിന് സ്ഥലം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഇവർ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷെ ഇന്നത് അവർ മെയിനായിട്ട് പറയുന്നത് ഞങ്ങൾ സ്ഥലം കൊടുത്തിട്ടില്ല, അപ്പോൾ ഞങ്ങളെ സ്ഥലമാണ്, ഞങ്ങൾ കിണറാണ്, അതുകൊണ്ട് മോട്ടർ ഇറക്കാൻ സമ്മതിക്കില്ല. ഇപ്പം നമ്മളപ്പുറത്തെ വീട്ടിൽ നിന്ന് പൈപ്പിൽ നിന്ന് ബക്കറ്റിൽ കൊണ്ടുവരികയാണ് കുടിവെള്ളം. ബാക്കിയുള്ളത് ഈ കലങ്ങിയ പഞ്ചായത്ത് വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പം മെമ്പർ, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി അടക്കം 4-5 മാസമായി നമ്മൾ നടത്തിക്കുക ചെയ്യുന്നത്. പഞ്ചായത്ത് കിണറാണ് എന്നുള്ളതിന് എൻ്റെ കയ്യിൽ തെളിവുണ്ടായിട്ടും കൂടി അവരത് സമ്മതിക്കുന്നില്ല. വിവരങ്ങളുമായി ദീപക് മോഹനുണ്ട്. ദീപക്, ഗുഡ് മോർണിംഗ് ദീപക്. ഇതിൽ സാങ്കേതികമായി ബാദുഷ പറയുന്നത് ഈ കിണർ നിൽക്കുന്നത് എൻ്റെ പുരയിടത്തിലാണ്, അത് പഞ്ചായത്ത് എഴുതി കൊടുത്തിട്ടില്ല. പക്ഷേ ആ കിണർ പഞ്ചായത്ത് കിണറാണ്, അത് അന്ന് പഞ്ചായത്ത് എഴുതി വാങ്ങാഞ്ഞതാണ് ഈ ദുര്യോഗം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിലൊരു വ്യക്തത വേണം. ബാദുഷയെ പോലുള്ള ഒരാൾ കിണർ ഈ പഞ്ചായത്ത് കിണറാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാമെങ്കിൽ അതിൽ നിന്ന് വെള്ളം കോരാനുള്ള അവകാശം ഇവർക്കുണ്ട്. ഭിന്നശേഷി കുടുംബമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് കിണർ പഞ്ചായത്തിൻ്റെ തന്നെയല്ലേ, ബാദുഷയുടേതല്ലല്ലോ? അരുൺകുമാർ, ഞാൻ ഈ സ്ഥലത്താണ് നിൽക്കുന്നത്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡായ മൂലങ്കാവിലാണ്. ഈ കാണുന്ന ഇതാണ് യഥാർത്ഥത്തിൽ ഈ പൊതുകിണർ എന്ന് പറയുന്നത്. ആ ഭാഗത്തേക്കുള്ള വഴി കെട്ടിയടച്ചിരിക്കുന്നത് കാണാം. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അതുൽ അമ്ര ആ ഭാഗത്തേക്ക് സൂം ചെയ്യുകയാണെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ 1980-ൽ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു കൊടുത്ത പൊതു കിണർ. ആ കിണറിൽ നിന്ന് നിരവധി കുടുംബങ്ങൾ, ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള കുടുംബങ്ങൾ കുടിവെള്ളം എടുത്തിരുന്നു. പക്ഷേ 5 മാസത്തോളമായി ഈ ഭിന്നശേഷി കുടുംബം, 3 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഈ ഭിന്നശേഷി കുടുംബത്തിലുള്ള ആളുകൾക്ക് കുടിവെള്ളം നിഷേധിക്കുകയാണ് പ്രദേശവാസി. ഈ സ്ഥലമുടമ പറയുന്നത് ഇത് ഇയാൾ കുഴിച്ച കിണറാണെന്നാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട്. അതോടൊപ്പം ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ആസ്തിരേഷ്, അതായത് ഇത് പഞ്ചായത്ത് കിണറാണ് എന്നുള്ള ആസ്തിരേഷിൻ്റെ ഒറിജിനൽ കോപ്പിയാണ്. ഇതിൽ നൂൽപ്പുഴ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ഒപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ ഒപ്പിട്ടതാണ്. അതോടൊപ്പം നമ്മൾ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായും ഒപ്പം സെക്രട്ടറിയുമായും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴൊക്കെ അവർ പറയുന്നത് ഇത് പഞ്ചായത്ത് കിണർ ആണെന്ന് തന്നെയാണ്. നമുക്ക് ആ വീട്ടിലേക്ക് പോകാം. ആ വീട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് 5 മാസത്തോളമായി അവർക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന ഒരു സാഹചര്യം. പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റായ എൻ ബാദുഷയ്ക്കെതിരെയാണ്. പരിസ്ഥിതിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ച ഒരാള്. പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം മരങ്ങളെയും മൃഗങ്ങളെയും സ്നേഹിക്കുക മാത്രമല്ലല്ലോ, മനുഷ്യരോടും സഹജീവികളോടുള്ള കരുണയും വാത്സല്യവും ഒക്കെ പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതും ഭിന്നശേഷിക്കാരായ 3 സ്ത്രീകൾ മാത്രമുള്ളൊരു വീട്ടിൽ പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുത്തൊരു കിണർ സാങ്കേതികമായത് തൻ്റെ പുരയിടത്തിലാണ് എന്ന ഒറ്റ കാര്യം കൊണ്ട് ആ രീതിയിൽ കെട്ടിയടയ്ക്കുന്നത് ശരിയല്ല. മറ്റെന്തെങ്കിലും സുരക്ഷാ ഭീഷണിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഇത് 3 സ്ത്രീകളാണ്, അവർക്കാവട്ടെ ഭിന്നശേഷിക്കാരുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് അവരുടെ പുരയിടത്തിൽ വെള്ളമില്ല, അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ആ പഞ്ചായത്ത് കിണർ എടുക്കാൻ പോകുന്നത്. പഞ്ചായത്ത് കിണർ നിർഭാഗ്യവശാൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ, ഈ ബാദുഷയുടെ പുരയിടത്തിലായിപ്പോയി. അന്ന് പഞ്ചായത്ത് കിണർ നിർമ്മിക്കുമ്പോൾ ആ സ്ഥലം പഞ്ചായത്തിന് വിട്ടുകൊടുത്തു എന്നുള്ളത് രേഖപ്പെടുത്തേണ്ടിയിരുന്നു. അന്നൊരു തെറ്റ് പഞ്ചായത്തിന് സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം ഇവരെ ഒരു കാരണവശാലും പ്രിയപ്പെട്ട ബാദുഷ നിങ്ങൾ പ്രതിസന്ധിയിലാക്കരുത്. വെള്ളമെടുക്കാൻ വരുന്ന മനുഷ്യരോട് വെള്ളമെടുക്കരുതെന്ന് പറഞ്ഞ് കെട്ടിയടയ്ക്കുന്നതല്ല പരിസ്ഥിതി സ്നേഹം എന്നതൊരിക്കൽ കൂടി പറയട്ടെ. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണിച്ചത് ആ പരിസ്ഥിതി സ്നേഹമല്ലെന്നൊരു പക്ഷേ ആളുകൾ വിലയിരുത്തുന്നൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകാൻ അനുവദിക്കരുത് എന്നതാണ്. ദീപക്കുണ്ട്. ദീപക്ക്, ഇവരുടെ വീട്ടിൽ കിണർ കുത്താനുള്ള സ്ഥലമൊന്നും ഇല്ലേ? അരുൺകുമാർ, അതായത് 1980-ലാണ് ഈ മേഖലയിൽ ഒരു പഞ്ചായത്ത് കിണർ അന്ന് പഞ്ചായത്ത് നിർമ്മിക്കുന്നത്. അന്ന് ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള KG തങ്കപ്പനായിരുന്നു ഈ കിണർ, ഇവിടെ ഈ പദ്ധതി കൊണ്ടുവന്ന് കിണർ നിർമ്മിച്ചത്. അതിൽ നിന്ന് നിരവധി കുടുംബങ്ങൾ എടുത്തിരുന്നു. എന്നാൽ 5 മാസത്തോളമായി ഇവരുടെ കുടിവെള്ളം നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നമ്മൾ ഈ ബാദുഷയുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത് അയാളുടെ സ്വന്തം കിണറാണ്. ആ കിണർ കുഴിച്ചതിന് ശേഷം സമീപത്തെ വീട്ടുകാർക്ക് വെള്ളം സൗജന്യമായി നൽകിയെന്നാണ്. പ്രകൃതി സംരക്ഷണമായ ഇത്തരത്തിൽ ഈ വയനാടിൻ്റെയൊക്കെ പ്രകൃതി സംരക്ഷണത്തിനും ഒപ്പം പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഘോരം ബാധിക്കുന്ന ബാദുഷയാണ് ഇത്തരത്തിൽ അയൽപക്കത്തുള്ള ഒരു 3 സ്ത്രീകൾ മാത്രം. നമ്മളിപ്പോൾ ഇവരുടെ അവസ്ഥ കണ്ടാൽ അറിയാം.